പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഈ ഫുട്ബോൾ പിന്നെ ഈ പ്രായത്തിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും താല്പര്യം ഉണ്ടാവും, അതില്ലാത്ത ആരും ഉണ്ടാവില്ല. അതേസമയം ഇവന് ഈ തൈക്കോണ്ടോ ഒക്കെ ഒരു സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ കുട്ടി ലോകത്തെ ഏറ്റവും നല്ല, അവന് ഒരു തെറ്റും ചെയ്യൂല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അധ്യാപകർ കുഴപ്പമാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ രക്ഷിതാക്കൾക്കുണ്ട്. അത് നമ്മൾ 10th പഠിച്ച ആ ഒരു രീതിയിൽ ഇതിനെ കാണാനേ പാടില്ല. നമ്മൾ ആ ഒരു മെത്തേഡ് വെച്ച് ഇതിനെ അപ്രോച്ച് ചെയ്യാനേ പാടില്ല. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് എക്സാമിന് മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു സിനാരിയോ ഒക്കെ പറഞ്ഞ പോലെ ഉണ്ട്. ഒരിക്കലും ഇല്ല, കാരണം അത് നടക്കൂല അല്ലേ? ഉറപ്പായിട്ടും അതിനേക്കാളും വലിയ പഠിച്ച നമുക്ക് മറ്റേത് ഒരു ബുദ്ധിമുട്ടായി വരാൻ പാടില്ല, വരില്ല. ഞാൻ അങ്ങനെ തന്നെ അറിയില്ല. എനിക്കിത് കിട്ടിയാലും എനിക്കിത് കിട്ടിയില്ലെങ്കിലും, ഞാനിപ്പോൾ ഡോക്ടർ ആയില്ലെങ്കിലും ഭൂമി ഇങ്ങനെ കറങ്ങും, നേരം വെളുക്കും. അപ്പോൾ അതൊന്നും അല്ല ഏറ്റവും വലിയ സംഭവം ഒന്നല്ല. പിന്നെ ഈ ഭൂമി ഇത് മൊത്തം നമ്മളെ പറ്റിയുള്ളതാണെന്ന് വിചാരിക്കാമെന്നാ മതി. ഇപ്പോൾ നമ്മളിവിടുത്തെ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു ബിന്ദു. ഇപ്പൊ നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കും. ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്കൊരു സംഭവം കിട്ടിയില്ല, അതിന് നമ്മൾ ഇവിടുന്ന് പോയി. നമ്മളിവിടുന്ന് പോയാൽ നമുക്ക് നമ്മളെ വീട്ടുകാർക്കും നമ്മളെ ബന്ധപ്പെട്ടവർക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറൊരു പ്രശ്നം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. ഇപ്പോൾ 10th ക്ലാസ്സിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അവസാന ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, 10th ക്ലാസ്സിൽ നിന്ന് നേരെ എൻട്രൻസ് ഒക്കെ വിചാരിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന കുട്ടികളുണ്ട്. അപ്പം അവിടെ സാധാരണ ഇപ്പോൾ സ്റ്റേറ്റ്സ് ആണെങ്കിലും CBSE ആണെങ്കിലും ഒക്കെ, CBSEക്കാർ കുറച്ചുകൂടി മാറ്റം ഉണ്ടാവും. ഒരു തിയറി പഠിക്കുന്നു, അതിൻ്റെ ഒരു ഇക്വേഷൻ HSC I²RT പഠിക്കുന്നു, 2 3 പ്രോബ്ലം ചെയ്യുന്നു, അടുത്ത ഒരു തിയറി പഠിക്കുന്നു. ഈ ഒരു പാറ്റേൺ ആണ്. അത് ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ അറിയുന്നു. ഇവിടുന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് വരുന്നു. ആ ഒരു ട്രാൻസിഷനെ കുറിച്ചും ആ സിസ്റ്റത്തിലെ മാറ്റത്തിനെ കുറിച്ചും ഒന്ന് കുറച്ചൊന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓവർകം ചെയ്തു എന്നൊക്കെയുള്ള കാര്യം. അത് നമ്മൾ 10th പഠിച്ച ആ ഒരു രീതിയിൽ ഇതിനെ കാണാനേ പാടില്ല. നമ്മൾ ആ ഒരു മെത്തേഡ് വെച്ച് ഇതിനെ അപ്രോച്ച് ചെയ്യാനേ പാടില്ല. ഇതിനെ വേറെ ഞാൻ ചെയ്തിരുന്നത് വേറൊരു സംഭവമായി ഞാൻ കണ്ടിരുന്നത്. ഫുള്ള് വേറെ വേൾഡ് ആയിട്ട് അത് തന്നെ വിചാരിച്ചു. അതേപോലെ ഒന്നും ആവില്ല എന്ന് എനിക്ക് അതിന്റെ മുന്നേ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഫൗണ്ടേഷൻ ഒക്കെ ചെയ്തിരുന്നു. എവിടെ എങ്ങനെ NMMS അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ട് തന്നെ. അപ്പോ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിനോട് ഒരു ബന്ധമല്ല. നമ്മള് തിയറി എക്സാമിന് പഠിക്കണ പോലെ പഠിച്ചിട്ട് ഒരു കാര്യമല്ല. അത് പിന്നെ ആ ഒരു രീതിയിലേ അല്ല നമ്മൾ പഠിക്കണ്ട. നമ്മൾ തിയറി പഠിക്കണ്ടല്ല, ആ ഒരു സംഭവം നമ്മളെ മൈൻഡിൽ നിന്ന് ഫുൾ ഒഴിവാക്കണം. നമ്മള് പണ്ട് പഠിച്ച ആ ഒരു ഓർമ്മ ഒന്നും പാടില്ല. ചിലപ്പോഴൊക്കെ റിവേഴ്സ് ആണല്ലേ, പ്രോബ്ലം ചെയ്തിട്ട് തിയറി പഠിക്കാം, പ്രോബ്ലത്തിന് തിയറി പഠിക്കുക. ചില സംഭവങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാവും എന്താണ് സംഭവം, അതെങ്ങനെയൊക്കെയാണ്, ഇതിന് എങ്ങനെയൊക്കെ വരാന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ ഒരു സിസ്റ്റം അത് മൊത്തത്തിൽ ഒഴിവാക്കണം. ഫസ്റ്റ് അത് നമ്മളെ മൈൻഡിൽ നിന്ന് ഫുൾ ഒഴിവാക്കണം. പിന്നെ നമ്മള് ഒരു എക്സാം ആകുമ്പോൾ പഠിക്കാന്നുള്ളൊരു ആ ഒരു പാറ്റേൺ അത് ഒഴിവാക്കണം. അത് എക്സാം ആണെങ്കിലും ഇനി നാളെ ഗ്രാൻഡ് എക്സാം ആണെങ്കിലും നാളെ ബഫർ ഡേ ആണെങ്കിലും നമ്മൾ ഇന്ന് പഠിക്കണം ഒരേപോലെ ആണോ. കൺസിസ്റ്റന്റ് ആണ് ഭയങ്കരമായിട്ടല്ലേ. അപ്പൊ ഗ്രാൻഡ് എക്സാം ഒരു എക്സാം ആണ്, വലിയൊരു എക്സാം ആണ് വിചാരിച്ച് നമ്മൾ ഒരുപാട് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഓഫ് ഡേ ആണ് വിചാരിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. നമ്മള് ഇപ്പൊ ഒരു വലിയൊരു എക്സാം ആണെങ്കിലും ഒരു പരിപാടി ഇല്ലെങ്കിലും നമ്മൾ ഒരേപോലെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് അതെന്നും ഒരേപോലെ ചെയ്യാന്നുള്ള. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ ഈ ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഹോസ്റ്റലിൽ എവിടെ നിന്നിട്ടുണ്ടായിരുന്നു? മുന്നേ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, വീട്ടില് തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ആ ചോദ്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം കുട്ടികൾക്ക് ഇപ്പം വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറുന്ന സമയത്തൊക്കെ ഇപ്പം ഇതിനകത്തൊക്കെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളായിരിക്കും ഇതിൽ കൂടുതലും കാണുന്നുണ്ടാവുക. അപ്പോൾ ഹോസ്റ്റലിലേക്ക് വരുന്നു വീട്ടിൽ നിന്ന്, എല്ലാ സൗകര്യത്തിൽ നിന്നും മാറിയിട്ട് വീട്ടിലേക്ക് വരുന്നു. ആ സമയത്തിന് എങ്ങനെ തരണം ചെയ്യുക, എങ്ങനെ അതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതൊരു ഇനീഷ്യലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത് നമ്മൾ വീട്ടിലെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. എപ്പോൾ വേണേലും ഉറങ്ങാം, എപ്പോൾ വേണേലും എണീക്കുക, എങ്ങോട്ട് വേണേലും പോവാം. പിന്നെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാ ഫുള്ള് സോഷ്യൽ മീഡിയ, അങ്ങനെ എല്ലാതും സിനിമ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പക്ഷെ ഇത് പെട്ടെന്നൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. നല്ല എന്തൊക്കെയോ പറ്റിയ പോലെയൊക്കെ തോന്നും. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയായാലും ഒരു ഫേസിൽ അതൊക്കെ ചെയ്യേണ്ടി വരും. എപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഗൾഫ് പോണ ആൾക്കാര് അങ്ങനെ എങ്ങനെയും ഏതെങ്കിലും ഒരു പാർട്ടില് നമുക്കതൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും. അതിപ്പോ തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാരും സപ്പോർട്ടും ഉണ്ടാവും. ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ ഡോപ്പ, അങ്ങനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവിടെ പഠിക്കണ അതിന്റെ ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അങ്ങനെ നല്ല സപ്പോർട്ട് കിട്ടും. നമുക്ക് വേണ്ട മെറ്റീരിയൽ, എല്ലാ സംഭവങ്ങളും, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. നമുക്കിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ഇരുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോ റൈറ്റ് ടൈമിൽ ചെയ്യണം.
അപ്പൊ ഇതാണ് അതിന്റെ റൈറ്റ് ടൈം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളത് ചെയ്യണം. അത് ഇനി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ചെയ്യണം. ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും, അത് നമ്മൾ സഹിക്കണം. ഷുവർ. അവസാനത്തെ 2 ക്വസ്റ്റ്യൻ കൂടി. ഒന്ന്, ചെറിയ ക്ലാസ്സിലൊക്കെ ഇപ്പം 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. NM അല്ലെങ്കിൽ USS, പിന്നെ LSS, NMMS എക്സാമ്പിളൊക്കെ, അല്ലെങ്കിൽ ഈ കുറേ ഒളിമ്പിയാഡൊക്കെ ഉണ്ട്, അതിലൊക്കെ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അവരോട് ഒരു നീറ്റ് ക്രാക്ക് ചെയ്തൊരു അല്ലെങ്കിൽ വരുന്നൊരു മെഡിക്കോസ് എന്നുള്ള രീതിയിൽ, ഇപ്പം മെഡിക്കോ ആവാൻ വേണ്ടി പോകണല്ലോ, അപ്പം എന്താണ് അവരോട് നോക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, ഒരു ചേട്ടൻ എന്നുള്ള കാക്ക എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ? അത്ര നല്ല അഡ്വൈസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് പഠിച്ചാൽ മതി. സയൻസ് അത്യാവശ്യം നമ്മൾ പഠിക്കണം. അതൊരു ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. അല്ലാതെ ഇപ്പോൾ അപ്പുറത്തെ SS ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത് നല്ല അഡ്വൈസ് ആണെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ അപ്പുറത്തെ SS, ഹിന്ദി, അങ്ങനെ ചില കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഓക്കെയാണ്. ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ട സാധനം ലോജിക്കലി വെരിഫൈ ചെയ്ത് അത് അങ്ങനെ തന്നെ പഠിക്കുക. കാരണം കുറച്ചൊരു 10th ഒക്കെ മുന്നേ ആണെങ്കിൽ അതിനുള്ള ടൈം ഉണ്ട്. കാരണം ചെറിയ സിലബസ് ആണ്. അപ്പൊ നമുക്ക് ആ സംഭവം നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിക്കാനുള്ള ടൈം ഉണ്ട്. അപ്പൊ അതിന് ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ അപ്പുറത്ത് കുറച്ച് കുറഞ്ഞാലും ഇതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം ഈ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഹിന്ദി തീരെ ഇഷ്ടമുണ്ടായില്ല, SS വലിയ തീരെ ഇഷ്ടമുണ്ടായില്ല. എങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ എൻ്റെ ഫിസിക്സിൻ്റെ ടീച്ചർ എൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ്. തോമസ് കുട്ടി സാർ എന്ന് പറയും. ഫിസിക്സ് 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ പഠിപ്പിച്ച സാറാണ്. സാർ ഗംഭീര ടീച്ചറാണ്, നല്ല മാത്തമാറ്റീഷ്യനാണ്. അതാ ഭയങ്കര രസം. സാധാരണ ക്ലാസ് എടുക്കുന്നവരില്ല, അതേ പ്രോബ്ലം ഒക്കെ ചെയ്യിക്കും കുറേ. അപ്പോൾ സാറോട് ഞാൻ ചോദിച്ചു, ഞാൻ പഠിക്കുന്ന സമയത്ത് 10 വിഷയം, എനിക്കും 10 വിഷയമായിരുന്നു, 10 വിഷയം SSLC. എന്തിനാ ഈ 10 വിഷയം എന്നായിട്ട് പഠിക്കുന്നത്? ഞാൻ ഒരിക്കലും SS എടുക്കാൻ പോകുന്നില്ല, ഹിന്ദി എടുക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ഈ ഒട്ടും ഇഷ്ടമില്ലാത്ത, ഒട്ടും ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തതൊക്കെ പഠിക്കുന്നത് പറഞ്ഞപ്പം അന്ന് സാർ എനിക്ക് നല്ലൊരു മറുപടി പറഞ്ഞു. എന്താണെന്നറിയോ? നീ പറയാണ് ഈ 10 വിഷയങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള 10 വിഷയങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഫിസിക്സ് ആണ്, മാത്സ് ആണ്, കെമിസ്ട്രി ആണ് നീ പറയുന്നു. വേറൊരാൾക്ക് അപ്പോൾ പറയുന്നത് സാർ ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടത് അന്ന് അൽഫാം മന്തിയൊക്കെ ഇറങ്ങുന്ന സമയമാണ്, അൽഫാം മന്തിയാണ് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, സാർ ഈ അൽഫാം മന്തി എന്നും കഴിച്ചിട്ടാണോ അൽഫാം മന്തിയാണ് ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലായത്? അല്ലല്ലോ, ബീഫ് ബിരിയാണി എന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി എന്നിട്ടുണ്ട്, പല വിഭവങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് ഇതാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ആ 10 വിഷയങ്ങൾ ഇങ്ങനെ മുന്നിൽ തന്നിട്ടുള്ളത്. വ്യത്യസ്ത ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് വ്യത്യസ്ത ഇഷ്ടം, അഭിരുചി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ അഭിരുചി തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമുക്ക് ഈ 10 വിഷയം എന്തായാലും ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആവുന്ന ഒരാള് ഈ 10 വിഷയം പഠിക്കൂല, കഴിയില്ല. ഒരു 10 വിഷയത്തിൽ എക്സ്പേർട്ട് ആയ ഒരാൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വേറെ ലെവലായിരിക്കും. പണ്ടൊക്കെ സയന്റിസ്റ്റ്മാരുണ്ടായിരുന്നു, വായിക്കുന്ന സമയത്തൊക്കെ കാണാൻ വേണ്ടി പറ്റും എല്ലാ മേഖലയിലും. ഇപ്പൊ ന്യൂട്ടൺ ആലോചിക്കേ, അങ്ങനെയല്ല ആള്. അല്ല ശരി, ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ ആണ്. ന്യൂട്ടന് SS അറിയില്ലല്ലോ, പറയാൻ പറ്റില്ല. ന്യൂട്ടൺ ഭയങ്കര ചരിത്രകാരനായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അഭിരുചി മനസ്സിലാക്കുക, അഭിരുചി തിരിച്ചറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഒരു പ്രസക്തി കൂടി, അതായത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ കുട്ടികൾ, ചില കുട്ടികളൊക്കെ പറയും ഇപ്പൊ പണിയെടുക്കാനാവില്ല, കഴിയട്ടെ. അതിനെക്കുറിച്ച് അത് ഞാൻ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കാരണം ഒരു റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 വർഷമാണ് നമുക്കുള്ളത്. ആ 1 വർഷം കൊണ്ട് നമ്മൾ ഓൾറെഡി ഈ +1 +2 പഠിച്ച് കഴിഞ്ഞ ഒരാൾക്ക് പഠിച്ചൊരു മെത്തേഡ് ഉണ്ടാവും. ഇപ്പൊ ഒരു ചാപ്റ്റർ പഠിച്ചിരിക്കുന്നത് ബോർഡ് എക്സാമിന് വേണ്ട ഒരു രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അത് വേറൊരു രീതിയിൽ പഠിക്കുമ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരും, നല്ല ബുദ്ധിമുട്ട് വരും അല്ലേ? അഡോപ്റ്റ് ചെയ്യാൻ തന്നെ ടൈം എടുക്കും. ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് പഠിക്കണ പോലെയല്ല, നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് മാറി അത് വേറെ രീതിയിൽ പഠിക്കണം. അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പഠിച്ചത് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് മുതലേ ബോർഡ് എക്സാമിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് മുതലേ ആ ഒരു എൻട്രൻസിന് എന്താ വേണ്ട ആ ഒരു രീതിയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബോർഡ് എക്സാമിന് ആ ഒരു ടൈം ആകുമ്പോൾ +1 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 518. പെർസെന്റേജ് പറയുമ്പോൾ 99.62. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയായിട്ടാണ് പറഞ്ഞത്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് എക്സാമിന് മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു സിനാരിയോ ഒക്കെ പറഞ്ഞ പോലെ ഉണ്ട്. ഒരിക്കലും ഇല്ല, കാരണം അത് നടക്കൂല അല്ലേ? ഉറപ്പായിട്ടും അതിനേക്കാളും വലിയ പഠിച്ച നമുക്ക് മറ്റേത് ഒരു ബുദ്ധിമുട്ടായി വരില്ല. ഷുവർ. എന്നിട്ട് റിപ്പീറ്റിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നല്ലതാണെന്ന് പറയാൻ കാരണം അത് കംപ്ലീറ്റ് ചെയ്തില്ല. അത് കാരണം നമ്മൾ +1 +2 പഠിക്കുമ്പോഴേ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് പഠിച്ചു പോവുക. കാരണം ഈ ഒരു +1 +2 ടോപ്പിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു എൻട്രൻസിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ MBBS അല്ലെങ്കിൽ JEE ആ ഒരു
കോമ്പറ്റീവ് എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമിനെ CA ആവട്ടെ CMA ആവട്ടെ ഏതാണെങ്കിലും അത് commerce ഫേസ് ആണെങ്കിലും. ചെയ്യാനിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു +1 +2 കണ്ടന്റ് ആവശ്യമുള്ള രീതി ഇങ്ങനെയാണ്. Yes. ഈ ഒരു രീതി- പ്രോബ്ലം അപ്രോച്ച് ഈ ഒരു രീതിയിലാണ് അത് അയാൾക്ക് ആവശ്യം വരിക. അപ്പൊ അത് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ എടുക്കണം. വെറുതെ കുറെ നമ്മളെ അറിവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ ഈ +1 +2 പഠിക്കണ തന്നെ എനിക്ക് എല്ലാ സബ്ജക്റ്റും ഒന്നും ഇഷ്ടമല്ല. എല്ലാ സബ്ജക്റ്റും അതിൽ തന്നെ എനിക്ക് എക്സൽ ചെയ്യാൻ താല്പര്യ ടോപ്പിക് ഒന്നും അല്ല അധികം. എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് വേറെയാണ്. പക്ഷെ നമ്മളെല്ലാ ടോപ്പിക്കും പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്ക് നമ്മൾ വേറെ എന്തിനേലും വേണ്ടി തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഫസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ അത് ആ ഒരു രീതിയിൽ കൈക്കലാക്കണതാണ്. അപ്പൊ +1 +2 തന്നെ ഇത് ചെയ്താല് എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പൊ മാത്രമല്ല കുട്ടികളൊക്കെ സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. സൂപ്പർ റിപ്പീറ്റ്, റോയൽ റിപ്പീറ്റ്. ആലോചിക്കേ 4 കൊല്ലൊക്കെ ബിടെക് എടുത്ത് പോരാ, 3 കൊല്ലം ഗ്രാജുവേഷൻ അല്ല, നമ്മള് ഒരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടണില്ലല്ലോ. ഈ കുട്ടിക്ക് അവിടുന്ന് എൻട്രൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ള ഒരു മാനസികാവസ്ഥ ആലോചിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരുപാട് സൂയിസൈഡ്. എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിനാണ് ചേനെ. ഇപ്പം നമ്മള് കുറെ വാർത്തകൾ കേൾക്കുന്നു, ഭയങ്കര ദുരന്തപൂർണമായ വാർത്തകൾ. അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ ഡോക്ടർ ആവാൻ വേണ്ടി ഭയങ്കര എന്തൂസിയാസവും എനർജിയൊക്കെ കൊടുക്കുന്ന ആളുകളാണ്. ഡോക്ടർ എന്നല്ല എല്ലാ മേഖലയിലും വരണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആത്മഹത്യകളുടെ എണ്ണം കൂടാണ് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ അങ്ങനെ എണ്ണം പറഞ്ഞ കുറേ ആത്മഹത്യകൾ വരുന്നു. എന്താ അതിനെക്കുറിച്ച് ഒരു ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ, ഇപ്പോഴും ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക? അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കേസിൽ പറഞ്ഞാല് ഞാൻ ഒന്നിനെ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവമായി കാണില്ല. അപ്പോൾ ഇത് കിട്ടിയാലും ഇത് കിട്ടിയില്ലെങ്കിൽ, അല്ലെ ഇപ്പോൾ എനിക്കിത് കിട്ടിയാലും ഞാൻ അങ്ങനെ തന്നെ ആലോചിക്കില്ല. എനിക്കിത് കിട്ടിയാലും എനിക്കിത് കിട്ടിയില്ലെങ്കിലും ഞാനിപ്പോൾ ഡോക്ടർ ആയില്ലെങ്കിലും ഭൂമി ഇങ്ങനെ കറങ്ങും, നേരം വെളുക്കും. അപ്പോൾ അതൊന്നും അല്ല ഏറ്റവും വലിയ സംഭവം ഒന്നല്ല. പിന്നെ ഈ ഭൂമി ഇത് മൊത്തം നമ്മളെ പറ്റിയുള്ളതാണെന്ന് വിചാരിക്കാന്നാ മതി. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു ബിന്ദു. അപ്പൊ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കും. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അല്ലാതെ ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്കൊരു സംഭവം കിട്ടിയില്ല, അതിന് നമ്മൾ ഇവിടുന്ന് പോയി. നമ്മൾ ഇവിടുന്ന് പോയാൽ നമ്മക്കും നമ്മളെ വീട്ടുകാർക്കും നമ്മളെ ബന്ധപ്പെട്ടവർക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറൊരു പ്രശ്നം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. ഇപ്പൊ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും നമുക്കൊരു തോൽവി വന്നു, അതൊന്നും ഒരു അൾട്ടിമേറ്റ് തോൽവി ഒന്നല്ല. ഈ ഒരു ഫേസിൽ കേട്ടോ, ഈ ഒരു എൻട്രൻസിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ MBBS കിട്ടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകില്ല. ഭൂമി അതിന്റെ ഭൂമി അങ്ങനെ തന്നെ നാളെ നേരം വെളുക്കും, സൂര്യൻ ആ ഭാഗത്തിൽ തന്നെ ചിലപ്പോ അമ്മക്ക് പോലും ഒന്നും പറ്റൂല. ഇപ്പൊ MBBS കിട്ടിയില്ല, ഒന്നും പറ്റില്ല. നമ്മളെ കഴിവുകൾ, നമ്മളെ കപ്പാസിറ്റി, നമ്മൾ ചെയ്ത വർക്ക് അതൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. അത് എങ്ങോട്ടും പോകില്ല. അത് ഏതെങ്കിലും ഒരു ഫേസിലേക്ക് നമുക്ക് കിട്ടും. എക്സാമിന് പോകുമ്പോഴും വിചാരിക്കാൻ പാടില്ല, എക്സാം എഴുതുമ്പോഴും കൂടി. ഇപ്പൊ ഈ ഒരു ടഫ് ആയല്ലോ, ഇപ്പൊ ടഫ് ആകുമ്പോ ഇപ്പോ ഞാൻ ഇപ്പോ ആലോചിക്കുകയാണ് ഇങ്ങനെ ടഫ് നല്ല ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ കെമിസ്ട്രി കുറച്ച് കുറെ റൗണ്ട് ചെയ്ത് തന്നെ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുമ്പോ ഞാൻ അങ്ങനെ ആലോചിക്കാണ്, ഇതൊന്നും എനിക്ക് കിട്ടണില്ല. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലായി എന്ന് ആലോചിച്ച് അവിടെ കഴിഞ്ഞു. അപ്പൊ ആലോചിക്കേണ്ടത് ഇത് എന്നെ കൊണ്ട് പറ്റണ പോലെ ചെയ്യാം, അല്ലാതെ ഇപ്പൊ അതിലൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഒരു എക്സാം അല്ലേ, അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു എക്സാം അല്ലേ അതൊക്കെ. അതെ, ഒരു എൻട്രൻസ് കിട്ടാൻ വേണ്ടിട്ട് മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു സിസ്റ്റം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പ്രാവശ്യം കിട്ടില്ല, അത് തന്നെയാണ് ഭയങ്കര ആഗ്രഹമെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്ത് നോക്കുക. ഇനി ഒന്നുമല്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ഫാമിലി ഉണ്ട്, ഉപ്പ ഉമ്മ ഒക്കെ ഉണ്ട്. ഈ റീനിറ്റ് എക്സാമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ 645 അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു ഷെയാൻ്റെ ഒരു പ്രിപ്പറേഷൻ, റീനീറ്റിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങൾ? ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ എക്സാം ഫസ്റ്റ് നീറ്റ് ഭയങ്കര ഈസി ആയിരുന്നു, സെക്കൻഡ് അതിൻ്റെ ഒരു കുറച്ചൊരു ടഫർ പാർട്ടിലേക്ക് പോയി എക്സാം. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു മകൻ്റെ? കാരണം ഫസ്റ്റ് എക്സാമിന് 680 അല്ലെ 670 അല്ലേ, 670 കിട്ടുകയും ചെയ്തു. ഒരു ട്രാൻസിഷൻ അത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് മാർക്ക് പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു വളരെ ഈസി ആയിരുന്നു. ചിലപ്പോൾ സ്കോറൊക്കെ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് ഇപ്പം ഇത് അലോട്ട്മെന്റ് വരുമെന്ന് അറിയില്ല. എല്ലാ ആളുകൾക്കും നല്ല സ്കോർ ഉണ്ടാവുന്നു. രണ്ടാമത് എക്സാം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു പ്രയാസം ഉണ്ടല്ലോ, ടെൻഷൻ ഉണ്ട്. അപ്പം നമ്മളതിനെ മാനേജ് ചെയ്ത് എങ്ങനെ വെച്ചാൽ അവരോട് പറഞ്ഞു, ഫസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആവേശം കൊണ്ട് കുറച്ച് തെറ്റിച്ചു. അത് തെറ്റായിരുന്നു എന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ഫുള്ള് കിട്ടുമായിരുന്നു ശരിക്കും, ഫുള്ള് എഴുതാവുന്നത് എല്ലാം അറിയായിരുന്നു അവൻ പറഞ്ഞത്. അപ്പൊ
ഇതൊക്കെ അറിയാമായിരുന്നിട്ടും തെറ്റ് സംഭവിച്ചത് ആവേശം കൊണ്ടോ പിന്നെ ഒക്കെ ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു അടുത്ത അവസരം കിട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു സെൻസിലൈൻ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടാണ് അത് എടുത്തത്. അതുകൊണ്ട് തിരിച്ച് അതേ ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ടെൻഷൻ ഷയാൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മൾ അവന് കൊടുത്തൊരു ഓറിയന്റേഷൻ അങ്ങനെയാണ്. അത് കൂടാതെ അവൻ പൊതുവെ ഒരു പോസിറ്റീവ് മൈൻഡുള്ള ആളാണ്. അതും ഒരു കാര്യമാണ്. അതുകൊണ്ട് അവന് രണ്ടാമത്തെ എക്സാം എഴുതുമ്പോഴും ആദ്യത്തെ എക്സാം പോകുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് എക്സാം നല്ല ടഫാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടും. അവൻ പഠിച്ചിട്ടുണ്ട്, മെനക്കെട്ടിട്ടുണ്ട്, ആ ഒരു കോൺഫിഡൻസ് അവനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പഠിച്ച ആളുകൾക്ക് കിട്ടും. എല്ലാവരും റാങ്കിൽ വന്നപ്പോൾ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ടഫാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ എക്സാം അവന്റെ ആഗ്രഹം പോലെ നടന്നു എന്നുള്ളതാണ്. ഷയാൻ എങ്ങനെ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഡോക്ടർ ആവുക എന്നുള്ളത് വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ഷയാന്റെ എങ്ങനെ ആ ഒരു അങ്ങനെ ഒരു ഫീൽഡിലേക്ക് നീറ്റ് എന്നുള്ളൊരു? ഒരിക്കലല്ല. അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ സയന്റിസ്റ്റ് ആവണം എന്നാണ് പറഞ്ഞിരുന്നത്. അവന്റെ സ്റ്റഡി ടേബിൾ, ഞാനൊരു സ്റ്റഡി ടേബിളും മേടിച്ചു കൊടുത്തപ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ സയന്റിസ്റ്റ് എന്നുള്ള ബോർഡൊക്കെ വെച്ചിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഇവന്റെ ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത് അവൻ തിരിച്ചറിയാണ്. അപ്പോൾ അവന് പിന്നെ മെഡിസിന് പോയ തരക്കേടില്ല, ഡോക്ടറായ തരക്കേടില്ല എന്നൊരു താല്പര്യം. അത് അവന് 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്തൊക്കെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു വീട്ടിൽ നിന്നിട്ട്. സ്കൂൾ സമയത്തിന് എന്താ വെച്ചാൽ അവനെ നന്നായി പഠിക്കുന്ന കുട്ടി, എങ്ങനെ മാർക്ക് കിട്ടുന്ന കുട്ടി, പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞൂടാ, എക്സാം റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അവന് ഒരു പടച്ചോനൊരു ബുദ്ധി കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അത് കിട്ടുന്നുണ്ടാവുക. പക്ഷെ അത് ഏത് നിലക്കാണ് അവൻ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അതിന് അപ്പോൾ വൈഫാണ് എന്നോട് പറഞ്ഞത് അവൻ ഏതെങ്കിലും ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ചേർക്കണം എന്ന്. ആ വഴിക്ക് അവന് നന്നായിക്കോളും. അവന് ഏത് വഴിക്ക് വിട്ടാലും നന്നായി വരും. പക്ഷെ വിടണം, റൂട്ട് നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. അങ്ങനെ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ബോധ്യം വന്നത്, ഇത് ചെയ്താൽ ഇങ്ങനെ ഒരു മെഡിസിൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവിടെയാണ് ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും ഫോക്കസും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അപ്പം അങ്ങനെ നമ്മളവനെ ഒരു കാര്യത്തിൽ നിർബന്ധിച്ചിട്ടില്ല. മെഡിസിന് പോകണമെന്നോ എഞ്ചിനീയറിങ്ങിന് പോകണമെന്നോ പിന്നെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പോകണമെന്നോ ഒന്നും പറഞ്ഞില്ല. ആകെ ആ കാര്യത്തിൽ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, അവനെ നാട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അവിടെ കുറേ കളിക്കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ അങ്ങനെ കൂടിയിട്ട് പോവും. ആ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവൻ. പക്ഷേ മറ്റുള്ളവർ അത്രയും നിലവാരത്തിലുള്ള കുട്ടികളല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഇവന് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവനെ തൽക്കാലം ഒന്ന് മാറ്റി ഒരു ഹോസ്റ്റലിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കറക്റ്റാണ്. അങ്ങനെ അവന് വലിയ താല്പര്യം ഇല്ലാതെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലായി. എങ്ങനെ ഞാൻ കുട്ടികൾ കാണുന്നവരുണ്ടാവും, എങ്ങനെയാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഹോസ്റ്റലാ? അതായത് ഒന്ന്, ആദ്യമായി വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്ന കുട്ടി, ഹോസ്റ്റലിന്റെ ജീവിതത്തിൽ നിന്നിട്ടില്ല. അപ്പൊ വീട്ടിൽ എല്ലാ സൗകര്യത്തോടും കൂടി ഇഷ്ടം പോലെ നമ്മളുടെ വലിയൊരു കുടുംബമാണ്. അപ്പോൾ നിരന്തരം നമ്മുടെ വീട്ടിൽ ഗ്യാതറിങ് നടക്കുന്നു. ഞങ്ങളെ കുടുംബത്തിൽ എല്ലാ ആഴ്ചയും എന്ന് പറയും പോലെ ഞങ്ങൾ ഒന്നിച്ച് കൂടുന്ന ആളുകളാണ്. അപ്പോൾ ഭയങ്കര ബന്ധമാണ് എന്താവശ്യം ഉണ്ടെങ്കിൽ കുടുംബക്കാർ തമ്മിൽ. അപ്പൊ ഇവന് കസിൻസും പിന്നെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് നിരന്തരം ഇവന്റെ ഏജ് തന്നെ അല്ലെങ്കിൽ കുറച്ചൊരു ഇവന്റെ കുറച്ച് മേലുള്ള കസിൻസ് എന്തിനും പറ്റിയ ആളുകളുണ്ട് ഇവന്റെ കൂടെ. ഒക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, അത്യാവശ്യമുള്ള ആളുകൾ. കുഴപ്പമില്ല, ആരും മോശക്കാരൊന്നുമല്ല. പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഇവരോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീട്ടിലിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റൊരു ചിന്ത, ഞാൻ എന്തിന് ഹാർഡ് വർക്ക് ചെയ്യണം, കാരണം എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ ആ പ്രായത്തിലെ കുട്ടിക്ക് ഉണ്ടാവാം. അതിന്നൊരു മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മൾ അവനെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആക്കുമ്പോൾ നമ്മൾ അവനോട് പറയുന്ന ഒരു കാര്യം, പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഘട്ടത്തിൽ സ്ട്രഗിൾ ഉണ്ടാവും. അത് ഇപ്പോൾ +1 +2 സമയത്താണ് വലിയ സ്ട്രഗിൾ വരിക. ആ സമയത്ത് 2 സ്ട്രഗിൾ വരും, സ്ട്രെസ്സും സ്ട്രെയിനും സ്റ്റോമും സ്ട്രൈഫും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതോടൊപ്പം ഒരു അക്കാദമിക് സ്ട്രഗിൾ വേറെ വരും. നമ്മളൊരു ദിശ നിർണ്ണയിക്കപ്പെടുന്ന ഘട്ടം ആയതുകൊണ്ട് ഏത് വഴിക്ക് തിരിയണം എന്നുള്ളതിൻ്റെ സ്ട്രഗിൾ വേറെ വരും, കൺഫ്യൂഷൻ വരും. ഈ ഘട്ടത്തിൽ ഈ 2 വർഷം സ്ട്രഗിൾ ചെയ്താൽ ആ ഒരു കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ഫോക്കസും ആ സമയത്ത് ഉണ്ടായാൽ പിന്നെ റെസ്റ്റ് ഓഫ് ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യാം. അതല്ല, ഈ 2 വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്താൽ റെസ്റ്റ് ഓഫ് ഇയേഴ്സ് നമുക്ക് സ്ട്രഗിൾ ചെയ്യാം. ഏത് വേണം അത്ര തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവനത് കൃത്യമായ ബോധ്യമുള്ള ആളാണ്, പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ആളും. കൃത്യമായിട്ടുള്ള ഒരു പാരന്റിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കാഡമിക് പാരന്റിങ് നടന്നിട്ടുണ്ട്. എൻഫോഴ്സ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവന് ഇതൊക്കെയാണ് മാർക്കറ്റ്, ഇങ്ങനൊക്കെയാണ് ലോകത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്
എന്നുള്ളത്. പിന്നെ നമുക്കതിൽ കിട്ടിയൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതേ സെൻസിൽ ഉൾക്കൊള്ളാനും അത് പോസിറ്റീവായിട്ട് എടുക്കാനും, അവനൊരു ആവശ്യം പറയുമ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി നന്നാവുക എന്ന് നമ്മൾ പറയുമ്പോൾ എന്നാൽ ശരി ഇങ്ങനെ ആക്കാം എന്ന് പറയാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. മിക്കവാറും ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു സാധനം അത്. അവരെന്താണോ വിചാരിച്ചത് അത് നടക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളും ഒരു കാരണവശാൽ അത്തരം കാര്യങ്ങൾക്ക് പിടിവാശിയുള്ള ആളല്ല. ഞാൻ പുതിയ തലമുറയിൽ വലിയ വിശ്വാസവും ഒക്കെ ഉള്ള ആളാണ്. ടീച്ചറാണല്ലേ? ഞാൻ ടീച്ചറാണ്, ബേസിക്കലി ടീച്ചറാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം എൻ്റെ സബ്ജക്റ്റ് സോഷ്യോളജിയാണ്. സോഷ്യോളജിയാണ്. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ +1 +2 ക്ലാസ് എടുത്തിരുന്ന ആളാണ്. അപ്പോൾ അത് ആ ബാക്ക്ഗ്രൗണ്ട് വേറെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സ്ട്രഗിള് നമുക്ക് നന്നായിട്ട് അറിയാം. എത്രത്തോളം കുട്ടികൾ അതിനോട് അഡാപ്റ്റ് ആവേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ പരിണത ഫലം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് നമ്മളെ അനുഭവങ്ങൾ അവനോട് ഷെയർ ചെയ്യുമ്പോൾ അത് കൃത്യമായി അവൻ മനസ്സിലാക്കുകയും അതിനോട് അലൈൻ ചെയ്യുന്ന രൂപത്തിൽ പോവുകയും ചെയ്യുന്നു. കാരണം ഞാൻ അവൻ്റെ നന്മക്കല്ലാതെ ഒരു കാര്യം പറയൂല എന്ന് കൃത്യമായ ധാരണ അവനുണ്ടല്ലോ. അതിനുള്ള പക്വത തിരിച്ചറിയും അവനുണ്ടായി എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അല്ല നമ്മളെ കഴിവല്ല. അപ്പോൾ അവനെ നമുക്ക് നിർബന്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പം പിന്നെ ഡോപ്പയിൽ വന്ന് ചേർന്നതിന് ശേഷവും ഞാൻ അതിന് വരുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. എങ്ങനെ ഡോപ്പ എന്നുള്ളതൊരു എങ്ങനെയാണ് ഡോപ്പയെ തിരഞ്ഞെടുക്കുന്നത്? അത് നല്ലൊരു പിന്നെ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഘട്ടത്തിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പല സ്ഥാപനങ്ങളുടെയും എൻട്രൻസ് എഴുതി എന്ന് പറഞ്ഞാൽ അതെന്തിനാ വെച്ചാൽ നമ്മുടെ ഒരു വണ്ടി കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചാൽ എൻ്റെ ഒരു തിയറി അനുസരിച്ചിട്ട് ഒരു 4 ആളോട് കാണിച്ചു കൊടുക്കും. അപ്പം നമുക്ക് ആ വണ്ടീൻ്റെ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അറിയുള്ളൂ ഈ വണ്ടിക്ക് ഇത്രയൊക്കെയാണ് കിട്ടുക, അത്രയൊക്കെ ഇതിന് ചോദിക്കാൻ പറ്റുക നമുക്കറിയില്ല. കാരണം നമുക്ക് വണ്ടി കച്ചവടം അറിയില്ല. അതേപോലെ ഒരു 2-3 സെൻറ്ററുകളിൽ എക്സാം എഴുതുന്നതോട് കൂടിയിട്ട് വേർ ഡു ഐ സ്റ്റാൻഡ് എന്നുള്ളൊരു സംഭവം കിട്ടും. അവൻ്റെ കപ്പാസിറ്റി എന്താണ്, അവൻ ഏത് നിലക്ക് വിടാൻ പറ്റുമെന്നൊരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി വളരെ പ്രബലമായ ഒരു 3-4 സെൻറ്ററുകളുടെ എക്സാം എഴുതിയിരുന്നു. അതിൽ ഒക്കെ മോശമില്ലാത്ത സ്കോർ വന്നു എന്നുള്ളൂ. വളരെ നല്ല സ്കോറൊന്നും അവന് വന്നിട്ടില്ല. പക്ഷേ പിന്നെ അവന് ഇങ്ങനെ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന കുട്ടിയെ നമുക്ക് അറിയാം. പക്ഷെ അവൻ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടേ ഇല്ല. കാരണം അവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത്. പക്ഷേ എഴുതി പിന്നെ അവനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഡോപ്പയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ലെവൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തപ്പം പിന്നെ അന്ന് ആസിഫ് സാറായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ഒരാളെനിക്ക് ശരിക്കും താരാന്ന് ഓർമ്മയില്ല. അപ്പം അദ്ദേഹം കൊടുത്ത ചില ചോദ്യങ്ങളൊക്കെ ലൈവായിട്ട് അവൻ പെട്ടെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ആൻസറൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ മനസ്സിലായി ഇവന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ചോദിച്ചു, നീ ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സ് ഞാനൊരു ഫൗണ്ടേഷൻ കോഴ്സ് അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പിന്നെ ഡോപ്പയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിരുന്നു. മാത്രമല്ല ആൽപ്സ് ഇൻ്റർനാഷണൽ സയൻസ് അക്കാദമി എന്നുള്ള നിലക്ക് അവരുടെ മാനേജ്മെന്റ് ഒക്കെ എനിക്ക് മുമ്പേ അറിയാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എനിക്കറിയാം. ആ ഒരു അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഏകദേശം എത്തുന്നത്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് അവിടെ നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റും എന്ന് മനസ്സിലായി. 10ാം ക്ലാസ് കഴിഞ്ഞു സ്കൂളിൽ വരുന്നത്. ഞാൻ ഡോപ്പയുടെ സ്കൂളിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിൻ്റെ മുന്നേ എന്തൊക്കെയായിരുന്നു പ്രധാന ഹോബികൾ? സ്പോർട്സ് കുറച്ച് ഇഷ്ടമുള്ള ആളായിരുന്നു അല്ലേ? അത് സ്പോർട്സിൽ കമ്പുള്ള ആളാണ്. പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഈ ഫുട്ബോൾ പിന്നെ ഈ പ്രായത്തിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും താല്പര്യം ഉണ്ടാവും. അതില്ലാത്ത ആരും ഉണ്ടാവില്ല. അതില്ലാത്ത ആളുകളുടെ അവനെന്തോ കുഴപ്പമുണ്ടാകും നമ്മൾ മനസ്സിലാക്കില്ല. അതേസമയം ഇവന് ഈ തൈക്കോണ്ടോ ഒക്കെ ഒരു സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിയിരുന്നു. അതിനുശേഷം നാഷണൽ ലെവലിലേക്ക് സെലക്ഷനായി. അതിന് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിലെങ്ങാനുമാണ് കോമ്പറ്റീഷൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ അന്നെന്തോ നാഷണൽ ലെവലിൽ വേറെ ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് പിന്നീട് കോവിഡ് വരും ചെയ്തപ്പം ആ പ്രോഗ്രാം ഒരു പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നാഷണൽ ലെവലിൽ പോയാൽ ഒരു പക്ഷേ അവൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിട്ടാവുന്ന രൂപത്തിൽ ഉള്ള ഒരു ആളായിരുന്നു ആ കാറ്റഗറിയിൽ അവന്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഫുട്ബോൾ കളിയും പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ ചെസ്സിൽ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ പോയി പിന്നെ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുള്ള ആളാണ്. അതുപോലെ ഈ സയൻസ് ഫെയറിലൊക്കെ സ്കൂളിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പോയിട്ട് എ ഗ്രേഡ് ഒക്കെ വാങ്ങിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നില്ല. ഇരുന്ന് ബുക്കിന്റെ മുമ്പിൽ ഇരുന്ന് വായിച്ച് പഠിച്ചു വേറൊന്നിനും പറ്റാത്തൊരു കുട്ടിയായിട്ടുള്ള അങ്ങനത്തെ ഒരാളല്ല. എന്നാലും ഒരു സാധനത്തിൽ ഒരുങ്ങി ഇരുന്ന് ഡിസിപ്ലിനായി പണിയെടുക്കാൻ ഉള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. തൈക്കൊണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ? നന്നായി എക്സസൈസ് ഒക്കെ ചെയ്തല്ലേ? പിന്നെ ഈ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കാനും
അവനുള്ള കപ്പാസിറ്റി വെർത്തായിട്ട് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ അവനെ ചേർക്കുന്നത് തന്നെ. കാരണം അവൻ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നന്നായി പോകുമെന്ന് എപ്പോഴും വൈഫിൻ്റെ അടുത്ത് പറയലുണ്ട്. അവനെ ഒരു സ്ഥലത്ത് നന്നായി നല്ല സ്ഥലത്ത് ഉണ്ടാക്കാൻ നല്ല വഴിക്ക് പോകും, റോങ് ആയിട്ട് പോയി ആ റോങ് ആയിട്ടും പോകും. ഏത് വഴിക്കാണ് നമ്മൾ തിരിച്ചുകൊണ്ട് അങ്ങനെ പോകാൻ അതിനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉണ്ട് എന്നുള്ളത് ആ തിരിച്ചറിയുന്നതാണ് നമ്മൾ അവസാനം ഡോപ്പയിൽ എത്തി ചേരുന്നത്. എങ്ങനെയായിരുന്നു ഡോപ്പയിലെ പിന്നെ ഡോപ്പയുടെ കൂടെയുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ലൈഫ് ആസ് എ പാരന്റ് നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ? അതെ, ഒന്ന് പിന്നെ ഞാൻ ടു ബി വെരി ഫ്രാങ്ക് ഒരു പോസിറ്റീവ് പാരൻ്റാണ്. നമ്മൾ ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് തേടി പിന്നാലെ പോകുന്ന ഒരാളല്ല. അതിലെ പോസിറ്റീവ് കാണുകയും അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ കാരണം ഞാനും ഇതേപോലെ ഒരു സ്ഥാപനത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് അതിൻ്റെ സ്ട്രഗിളും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഒരു സ്കൂൾ പുതിയ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ അവിടെ അഡാപ്റ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മളെല്ലാ സൗകര്യത്തിൽ നിന്നും പോയി പുതിയൊരു പരിമിതമായ സ്ഥലത്തേക്ക് ഒതുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളതും. ഇതുണ്ടാവും എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ ആയിരുന്നില്ല. ഒന്ന് മറ്റൊന്ന്, സാധാരണ എത്ര നല്ല പ്രീമിയം സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചേർത്താലും ഹോസ്റ്റലിൽ എത്തി കഴിഞ്ഞാൽ ഈ ഹോം സിക്നെസ്സിൻ്റെ പ്രശ്നം വരും. മറ്റൊന്ന്, അവിടുത്തെ ഭക്ഷണം എത്ര നല്ല ഭക്ഷണം കൊടുത്താലും 4 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അത് മടുത്തിട്ട് ഹോസ്റ്റലിലെ ഫുഡ് ശരിയല്ല എന്ന് പറയും. എത്ര നല്ല ടീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ മോശമാണെന്ന് പറയും. 2 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, അധ്യാപകരെ നെഗറ്റീവ് പറയുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണെങ്കിലും നമ്മളത് പ്രോത്സാഹിപ്പിക്കില്ല. ഒന്ന്. മറ്റൊന്ന്, കാരണം അവർ അതിൻ്റെ പേരിൽ എടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം. മറ്റൊന്ന്, അവൻ ഇതുവരെ ഏതെങ്കിലും ഒരു അധ്യാപനെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഹോസ്റ്റലിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഭക്ഷണം എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ഭക്ഷണമാണെന്നാ പറയാ. ഇപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡാന്നാ പറയാ. എനിക്കറിയാം ഹോസ്റ്റലിലെ ഫുഡ് എത്ര നന്നായാലും അവർക്ക്, പക്ഷെ അതൊരു ഒരു പോസിറ്റീവ് തോട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ പറഞ്ഞാൽ പോലും ഒരു ഒഴിവ് പ്രതീക്ഷ പോലെ ഒഴിവ് കിട്ടിയില്ല. അപ്പം നമ്മൾ പറയുന്നത് അതിൻ്റെ അവർ ഒഴിവ് കൊടുക്കാത്ത എന്നല്ല നമ്മൾ പറയാം. അത് അവർ ഒഴിവ് കൊടുക്കാതിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അത് നിന്റെ ഭാവി ഉദ്ദേശിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കൂല. സ്കൂളാണല്ലോ, അധ്യാപകരാണല്ലോ, സ്വാഭാവികമായിട്ട്. അപ്പൊ അങ്ങനെ ടോപ്പിൽ പെരുന്നാളിന്റെ സമയത്തൊക്കെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാൾ സമയത്ത് ലീവ് കിട്ടി. അവന്റെ കസിന്റെ മാരേജിന് ലീവ് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു രാവിലെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചാൽ ലീവ് കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ വരുന്നില്ല കാരണം എക്സാം അടുത്തില്ലേ, അപ്പൊ ഞാൻ വന്നാൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ആവൂലേ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതാണ് എന്റെ ശരി, ആ തീരുമാനമാണ് ശരി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് അവിടെ ഉള്ളത്. 2 വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തീരുമാനിച്ചതാ. ആ സമയത്ത് എല്ലാ ഒക്കേഷനുകളും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഘട്ടത്തിൽ പിന്നെ അത് ഉദ്ദേശിച്ചത് എന്താണോ അത് കിട്ടൂല. എക്സാക്ട്ലി. അപ്പോൾ ഡോപ്പിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പം മെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെയും എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കൃത്യമായ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രയാസം ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നീറ്റ് എക്സാം ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന വൺ ഓഫ് ദി എക്സാംസാണ്. അപ്പം എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക മടുത്തു എന്നോ അല്ലെങ്കിൽ റിസ്ക് ആണ് എന്നോ ഞാൻ അങ്ങോട്ട് പോരട്ടെ എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ എപ്പോഴെങ്കിലും? അങ്ങനെ ഒരു ഒറ്റ പ്രാവശ്യം അവൻ വീട്ടിൽ വന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളൂ. നിർത്തി പോരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. പിന്നെ അവന് ഇത് സ്ട്രഗിൾ ആണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചേർന്നിട്ടുള്ളത്. അപ്പൊ അത് അവൻ അതേപടി ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം അവനൊന്ന് വീട്ടിൽ വന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചത് എൻ്റെ ഉമ്മ കിടപ്പിലായ സമയത്ത്. ഉമ്മനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കിടപ്പിലായ സമയത്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് വന്ന് പോയിക്കോട്ടെ. വല്യമ്മ. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇനി ഒന്ന് വന്ന് പോയിക്കോ, എന്നിട്ട് നോക്കാം. വന്ന് പോകുമ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് സമയമൊക്കെ പോകുമെങ്കിലും ഇതും നമ്മുടെ ഒരു ഡ്യൂട്ടിൻ്റെ ഭാഗമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ കുറച്ച് ഒരാഴ്ച അവൻ വീട്ടിൽ വന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഉമ്മ മരിച്ചു. ആ ഉമ്മ മരിച്ച സമയത്ത് അവിടെ കാര്യങ്ങൾ മൊത്തം മാനേജ് ചെയ്യേണ്ട വീട്ടിലുണ്ടായിരുന്ന ഷായ മാത്രമാണ്. ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലാണ്. തിരിച്ച് പിന്നെ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ കാര്യങ്ങൾ ഒതുക്കണം, കുറേ ആളുകൾ വരും, ഇവരൊക്കെ റെഡിയാക്കണം, എല്ലാം ചെയ്യാൻ അവരുണ്ടായിരുന്നു. അപ്പൊ അത് ഉമ്മനോട് മാനസികമായിട്ട് ഒരു അടുപ്പുണ്ടായതിന്റെ ഭാഗമായിട്ട് അവന് കിട്ടിയൊരു ഭാഗ്യമാണ്. ഏത് സമയത്താണ്? അത് +1 സമയത്താണ്. ജൂലൈ 30. ആ സമയത്താണ് വീട്ടിൽ വന്ന് നിൽക്കണം എന്നൊരാഗ്രഹം പറഞ്ഞ്. ഉമ്മന്റെ മരണം കഴിഞ്ഞു. പിന്നെ നീ തിരിച്ചു പോയിക്കോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ പറഞ്ഞു ഇന്ന് ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉമ്മന്റെ 3 കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോയി. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇപ്പൊ പാരന്റ്സും കുട്ടികളും. പണ്ടൊക്കെ പാരന്റ്സും അധ്യാപകരോട് കൂടിയിട്ട് പിന്നെ കുട്ടികളെ നന്നാക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ നേരെ തിരിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളൊരു പ്രിൻസിപ്പാൾ കൂടി ആകുമ്പോൾ നമുക്ക് ആ ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ രീതി കുട്ടിയും പാരൻസ് കൂടിയിട്ട് അധ്യാപകനെ നന്നാക്കാൻ നോക്കുന്നത് ഒരു രീതി ഉണ്ട്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ശരിയാണത്. അത് എല്ലാ സ്കൂളുകാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒന്ന്, കുട്ടികളും പാരൻസും തമ്മിൽ ഉള്ളതിനേക്കാൾ വലിയൊരു ബോണ്ട് ഉണ്ട് ഇപ്പോൾ. അവർക്ക് ഒന്നാമെന്ന് വെച്ചാൽ ദാരിദ്ര്യമൊക്കെ പോയല്ലോ. അപ്പം നമുക്ക് അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായി. ഭക്ഷണം കിട്ടാത്ത ആളെ സംബന്ധിച്ച് ഭക്ഷണം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ചർച്ച ഉണ്ടാവും. അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവനെ അങ്ങനെ ഉപദ്രവിക്കാം, മറ്റുള്ളവൻ്റെ കുറ്റം അങ്ങനെ കണ്ടെത്താം എന്നുള്ളതൊക്കെയാണ് പിന്നെ വരിക. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ആളുകളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ ആരും ആരെയും അംഗീകരിക്കില്ല. ഒരു അധ്യാപകനാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച കാലത്തും ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളതും ഒരു അധ്യാപകൻ്റെ കാര്യം പറയുമ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ടാവും. അദ്ദേഹം എന്തെങ്കിലും കാണാതെ പറയൂല. കാരണം എൻ്റെ കുട്ടീൻ്റെ നന്മക്കല്ലാതെ ആ അധ്യാപകൻ ഒരു കാര്യം പറയൂല എന്ന് എനിക്ക് ശരിക്കും ബോധ്യമുണ്ട്. പക്ഷേ മിക്കവാറും രക്ഷിതാക്കൾ അങ്ങനെയല്ല. എൻ്റെ കുട്ടീൻ്റെ കാര്യം തീരുമാനിക്കാനുള്ള കാര്യവും കപ്പാസിറ്റിയൊക്കെ ഞങ്ങൾക്കുണ്ട്, അത് ഞാൻ തീരുമാനിച്ചോളാം, ഞങ്ങൾ ഫീസൊക്കെ തരുന്നുണ്ടല്ലോ, അതിനുള്ള പണിയെടുത്താൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് മിക്കവാറും രക്ഷിതാക്കൾക്കുണ്ട്. അതിൽ ഞാൻ പറയുന്നു ഒരു 80% ഓഫ് പാരൻസും അങ്ങനെയാണ്. ചില ആളുകളത് വളരെ വെട്ടിത്തുറന്ന് പറയും, അത് അവരുടെ സംസ്കാരത്തിൻ്റെ കുറവായിരിക്കും. ചില ആളുകൾ മനസ്സിൽ വെച്ചിട്ട് പറയാതിരിക്കും, അത് അവരുടെ മാന്യതയായിരിക്കും. ചില ആളുകൾ ഒരു 20% മാക്സിമം ഉള്ളൂ അധ്യാപകരെ വിശ്വാസത്തിൽ എടുത്തിട്ടേ നമ്മളെ കുട്ടി അങ്ങോട്ട് വിടേണ്ടതുള്ളൂ. കാരണം അവരെ ഈ പണിയെടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളവരാണ്, അവരെ ചെയ്തോളും എന്നുള്ളത്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ എടുക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റാത്തടത്തോളം കാലം അവരുടെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇപ്പോൾ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു, എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയി, സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ രക്ഷിതാവിനെ വിളിച്ചിട്ട് ഈ അധ്യാപകൻ പറയും, നിങ്ങൾ മോൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിന് ഞങ്ങൾ ഇന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാദ്യം ആ ടീച്ചർ പറഞ്ഞതിൽ എന്തോ ശരിയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. എന്നിട്ട് പിന്നെയാണ് സാർ എന്താ സംഭവിച്ചത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കേണ്ടത്. അതിന് പകരം ഒറ്റയടിക്ക് പറയാം മിക്കവാറും പാരൻസ് എൻ്റെ മോനെ ചെയ്യൂല, ഞാൻ അവസാനം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അത് മറ്റവൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടാണ്. മറ്റവൻ്റെ രക്ഷിതാവ് പറയും ഇവൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ കുട്ടി ലോകത്തിൽ ഏറ്റവും നല്ല, അവന് ഒരു തെറ്റും ചെയ്യൂല, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അധ്യാപകരെ കുഴപ്പമാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഒരു നന്മകൾ പ്രതീക്ഷിക്കണ്ട. കാരണം ഇതേപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കുട്ടിയിരിക്കും അവനും മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയും ഒരു ഘട്ടത്തിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു പാരന്റും ആയിട്ട് അവനും വളരും. അങ്ങനെ ആയിക്കൂടാ. അധ്യാപകരെ വിശ്വാസത്തിലെടുക്കണം. പിന്നെ സ്ഥാപനത്തിൽ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ സിസ്റ്റം പഠിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ അവരെ പോളിസി ആക്സെപ്റ്റ് ചെയ്യണം. ഓരോ സ്ഥാപനത്തിനും ഓരോ പോളിസിയും ഓരോ രീതികളും ഉണ്ടാവും. അത് അവർ കുറേ കാലം ചർച്ച ചെയ്ത് ഗവേഷണം നടത്തി രൂപപ്പെടുത്തിയതായിരിക്കും. അത് ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ പൊളിക്കാൻ പറ്റില്ല. നമ്മളെ പോളിസി നടപ്പാക്കാനുള്ളതല്ല സ്ഥാപനങ്ങൾ. സ്ഥാപനത്തിൻ്റെ പോളിസി ആക്സെപ്റ്റ് ചെയ്യുന്നവരാവണം നമ്മൾ, അപ്പോഴേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചെയ്യുന്ന സമയത്ത് 645 അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം 670, അപ്പോൾ 10-25 മാർക്കിൻ്റെ മാറ്റാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു കോളേജിൽ തന്നെ കിട്ടുമെന്നുള്ളതാണ്. ബാക്കി NTA ആൻസർ കീ ഇതൊക്കെ വരട്ടെ. ഏതായാലും നല്ല ഒരു ലൈഫും നല്ല പ്രൊഫഷണൽ ലൈഫും ഒക്കെ ആശംസിക്കണം. താങ്ക് യു.